കൈ നോക്കാനുണ്ടോ ഉള്ളതേ പറയൂ, ഇല്ലാതൊന്നും പറയില്ല. വളരെ കൃത്യമായിട്ട് പറയുന്ന ആളാണ് ഞാൻ. എടാ കൈ നോക്കണം ചേട്ടാ. എനിക്കാ പരിപാടിയൊന്നുമില്ല. അതാരാന്ന്? ഇയാളേതോ പാവം അന്ധനാണെന്ന് തോന്നുന്നു. കൂളിംഗ് ഗ്ലാസ്സെല്ലാം വെച്ച് ഇരിക്കുന്നുണ്ട്. അത് പോട്ട്, നിങ്ങളെ കൈരേഖ നോക്കണം, കാണിച്ച. ചേട്ടാ, ഈ കൈരേഖയൊന്നും എനിക്കൊരു വിശ്വാസമില്ല. അപ്പൊ ചേട്ടന് നോക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോ. നമുക്ക് ഇവിടെ ഇരുന്നാലോ? അയ്യോ, ഇരിക്കാൻ പറ്റൂല ചേട്ടാ. എന്റെ കാമുകി തന്നെ ഒന്ന് ഇരുത്താൻ നോക്കിയതാണ്. കാമുകി എന്തോ ചെയ്ത ലക്ഷണമുണ്ടല്ലേ? തിളച്ച വെള്ളത്തിൽ പാത്രത്തിലാക്കി എന്റെ കാമുകി അവിടെ കൊണ്ടുപോയി ഇരുത്തി. എന്റെ ചന്തി പൊള്ളിപ്പോയി. ഇതെന്താ നിനക്ക് കൊണ്ടു കിടക്കേണ്ട ആവശ്യം? ഇതേതാ ഒരു പുതിയ അവതാരം? ഇവനെ കണ്ടിട്ടൊരു ഗുണ്ടയാണെന്നാ തോന്നുന്നു. അതൊന്നും മെയിൻ ആക്കണ്ട, നിങ്ങൾ എന്റെ കൈ നോക്ക്. എടോ പേടിക്കാനൊന്നുമില്ല, നിന്റെ കാമുകിനെ എനിക്ക് വിശ്വസിക്കാം. ആണോ? വെറുതെ ഞാൻ സംശയിച്ചു. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നീ എന്തിനാണ് ഇപ്പൊ ഛർദിച്ചിന്? നിങ്ങളല്ലേ പറഞ്ഞത് ഛർദിച്ച് കേൾക്കണെന്ന്? ഹേ മിസ്റ്റർ, ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞ്, ഛർദിക്കണം എന്നല്ല. എനിക്ക് നല്ല ശ്രദ്ധക്കുറവാണ്. എന്ത് കുന്തെങ്കിലാവട്ടെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചത്. നിങ്ങൾ കടം വാങ്ങുകയുമില്ല, കൊടുക്കുകയുമില്ല. പറഞ്ഞത് വളരെ ശരിയാ. നിങ്ങൾ പിശുക്കനാണല്ലേ? അതെ, പിശുക്കിത്തരം ഒരു കുറ്റമല്ല. നീ എന്താണ് കത്തിയുകൊണ്ട് ഇയാളെ ഭീഷണിപ്പെടുന്നത്? ഇയാൾ എന്റെ സ്ഥിരം കസ്റ്റമറാണ്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അതെ, അയാൾക്കല്ല വേണ്ടത്, നമുക്ക് രണ്ടാക്കും കൂടെ ഒരു കാര്യം വേണം. നമുക്ക് വേണ്ടുന്നത് നിങ്ങൾ തരുവാ. നിങ്ങൾക്കെന്നാ തരണമെന്ന് പറയുന്നത്? ഞാൻ കൈനോക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ എല്ലാ ദിവസവും പറയുന്നുള്ളത് ഞങ്ങൾക്ക് തരണം, ഞങ്ങൾക്ക് എന്താ തരേണ്ടത്? എനിക്ക് വേണ്ടത് ഇതെനിക്ക് തരണം. ഇത് ഒരുവൻ ചോദിച്ചാൽ ഞാൻ കൊടുക്കില്ല, ഇതെന്റെ പണിയായതാണ്. നിനക്കെന്നാ വേണ്ടത്? നീ കുറെ നേരമല്ല ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് നിൽക്കുന്നത്. നിനക്കെന്നാ വേണ്ടത്? ഇവനാണെങ്കിൽ ഇത് വേണമെന്നാ പറയുന്നത്. അത് ചേട്ടാ, ഒരു ബീഡി ഉണ്ടാവോ? ഒരു തീപ്പെട്ടി എടുക്കാനാ. ബീഡി ഉണ്ടാവോ? വീടി ഞാൻ തരാം. ഉഗ്രം ബീഡിയാണ് കേട്ടാ. ഇവിടെ വെച്ചിട്ട് സിഗരറ്റോ ബീഡിയോ ഒന്നും വലിക്കാൻ പാടില്ല. ഇത് പുകവലി നിരോധന മേഖലയാണ്. ബീഡി വലിക്കുന്നില്ല ചേട്ടാ, ബീഡി ഞാൻ ഇങ്ങനെ പിടിക്കും. കൊടും ഇത്. നിങ്ങൾ എന്താ പണി എടുത്തത്? നിങ്ങളെ വിശ്വസിച്ചില്ല അവൻ എന്റെ ആ വീഡിയോ കൊണ്ട് പോയത്. ആ വീഡിയോ എനിക്ക് തരണം. ബീഡിക്ക് വേണ്ടി നീ എന്നായി കളിക്കുന്നത്? ₹1 ഒരു ബീഡിയാ? അത് ഞാൻ എന്റെ പോക്കറ്റിലുണ്ടോക്കട്ടെ. ഈ ₹1 നിങ്ങൾക്കല്ലേ വിലയില്ലാതെ? ഈ ₹1 കൊണ്ട് ഞാൻ 10 രൂപ ഉണ്ടാക്കും. നീ റേഷൻ കടയിൽ നിന്ന് ഒരു പിടി അരിയും കാണാണ്ട് എടുത്തിട്ട് ദിവസേന പോകുന്നുണ്ട്. അത് ആൾക്കാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടാ. എന്റെ വീട്ടിൽ ഞാൻ ഒറ്റക്കാണ്. എനിക്ക് കഞ്ഞി വെക്കാൻ ഒരു പിടി അരി മതി. അതെ ചേട്ടാ, റേഷൻ ഷാപ്പിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ ഒരു പിടി അരി കാണാതെ വാരിക്കൊണ്ടുപോയാല് ഈ റേഷൻ കടക്കാരന് നഷ്ടം വരൂലേ? ഈ റേഷൻ കട എന്റെ അനുജന്റേതാണ്. എടാ നീയല്ലേ അയാളെ ബീഡിയും തട്ടിപ്പറിച്ചു പോയത്? അത് ₹1 ഞാനല്ലേ അയാൾക്ക് കൊടുത്തത്. ഞാൻ ബീഡി കമ്പനി അടുത്ത ആളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ബീഡി തന്നത്. അല്ല, നിങ്ങളിപ്പോ ഓടിച്ചാടി വന്നല്ലോ, ഇനി എന്താ വേണ്ടത്? എനിക്കൊരു ബീഡിയും കൂടി വേണം. ഒരു പിടി ആക്കണ്ട, ഞാൻ 2 പിടി തരാം. എന്നാ 2 ബീഡി മറക്കൂല ഞാൻ. നിങ്ങൾ ബീഡിയും വെച്ച് കളിച്ചാൽ ശരിയാവില്ല. നിങ്ങളെ കൈയും കൊണ്ടാ. ഞാൻ നോക്കട്ടെ. ആയുസ് തെളിഞ്ഞ് കാണുന്നുണ്ട്. എന്റെ വീടിയും കൊണ്ടേ അവൻ പോയി. എനിക്ക് ബലമായ സംശയമുണ്ട്. എന്ത് സംശയം? ബീഡിയുടെ പേരും പറഞ്ഞ് വന്ന CID അല്ലേ നിങ്ങൾ രണ്ടുപേരും? CID-കളാ? ചേട്ടാ, ഇവരെ രണ്ടുപേരെയും എനിക്കറിയാം. അപ്പൊ ഇവര് CID മാറല്ല? ചേട്ടാ, ഒരു ബീഡി തരണം, കൈ വറക്കുന്നല്ലോ. ചേട്ടാ, എന്റെ പൂട്ടിപ്പോയ ബീഡി കമ്പനിയിലെ 2 പണിക്കാരാണ് ഇവര്.
വീടി എടുക്കേട്ടാ, കൈ വറക്കുന്നു ഭയങ്കരമായിട്ട്. വീടി കിട്ടിയില്ലെങ്കിൽ ഇതാണ് ഇവരുടെ അവസ്ഥ. എന്താ ചെയ്യാ? വീടി കമ്പനി പൂട്ടിപ്പോയില്ലേ? നിങ്ങൾ എന്താ ഇതിലെ കൂടെ നോക്കുന്നത്? അല്ല, നിങ്ങളെ പോക്കറ്റിൽ വീടി ഉണ്ടോ? എനിക്കൊരു വീടി വേണമായിരുന്നു.